സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മുൻപൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ആ രീതിക്ക് പ്രൊട്ടസ്റ്റും കാര്യങ്ങളും പുറത്ത് നടക്കുന്നുണ്ട്. സോ ടീമിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പുതിയ അഡീഷൻസ് നടത്തുക. ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിലും ഫോറിൻ പ്ലേയേഴ്സ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയുള്ള പൊസിഷൻസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലേയേഴ്സിനെ എത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ. സോ അതിപ്പോൾ നിലവിൽ ഓണാണ്. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് ഡിപ്പാർച്ചേഴ്സ് നമ്മൾ കണ്ടു, കുറച്ച് പ്ലേയേഴ്സ് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അറൈവൽസ് ആരും ഇതുവരെയും ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിന് മുൻപുള്ള സീസൺസ് നോക്കുകയാണെങ്കിലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പ്ലേയേഴ്സ് വരുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന സീസൺസും ബ്ലാസ്റ്റേഴ്സിന് വളരെ കുറവാണ്. സോ അത് ഇപ്പോൾ ഈ സീസണിലും ആവർത്തിക്കാൻ പറ്റില്ല. നല്ല രീതിയിലുള്ള പ്ലേയേഴ്സ് ആവശ്യമായ പൊസിഷൻസ് നമുക്ക് ഒരുപാടുണ്ട്. ആ പൊസിഷൻസിലേക്ക് പ്ലേയേഴ്സ് നമുക്ക് വരണം. പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ പ്ലേയേഴ്സിനെ കൊണ്ടുവരാമെന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. നല്ല പ്ലേയേഴ്സൊക്കെ ഓൾറെഡി കോൺട്രാക്റ്റഡ് ആയിരിക്കും. അവരെല്ലാം ആ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. ആ ഒരു പ്ലെയർ ആ ഒരു ടീമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ആ ഒരു പ്ലെയറിനെ കിട്ടുക എന്ന് പറയുന്നതും കുറച്ച് കഷ്ടമായിരിക്കും. പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഫോം ഔട്ട് ആയിട്ടിരിക്കുന്ന, ബെഞ്ചിലിരിക്കുന്ന, പെർഫോമൻസ് വൈസ് കുറച്ചൊന്ന് ഡള്ളായിട്ടിരിക്കുന്ന അത്തരത്തിലുള്ള പ്ലേയേഴ്സിൻ്റെ ട്രാൻസ്ഫർ ആണ് കൂടുതലും നടക്കാറുള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ നല്ല രീതിക്ക് ട്രാൻസ്ഫർ ഫീ ഒക്കെ വാരി എറിഞ്ഞ് പ്ലേയേഴ്സിനെയും ആ ഒരു ടീമിനെയൊക്കെ കൺവിൻസ് ചെയ്ത് അത്രയും ക്വാളിറ്റി പ്ലേയേഴ്സിനെ എത്തിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം കുറച്ചൊക്കെ കോംപ്രമൈസ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്വാളിറ്റിയുടെ കാര്യത്തിൽ വരുത്തേണ്ടി വരും. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ നിലവിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായുള്ള പ്ലേസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ പൊസിഷൻസിൽ എവിടെയൊക്കെ വേണം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അധികം ആവശ്യമായുള്ള കുറച്ച് പൊസിഷൻസ് ഉണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ആദ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ ഈ ഒരു സ്ക്വാഡിലേക്ക് വന്നാൽ അത് നിലവിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് 3 ഗോൾ കീപ്പേഴ്സ്, സച്ചിൻ, സോം, അതുപോലെ തന്നെ നോറ ഫെർണാണ്ടസ്. ഇതിൽ സച്ചിൻ ആണെങ്കിലും സോം ആണെങ്കിലും രണ്ടുപേരും മാറി മാറി ഉപയോഗിച്ചിട്ടും ഇവരെല്ലാം പിഴവ് വരുത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ക്ലീൻ ഷീറ്റ് കിട്ടിയ മാച്ച് ആണെങ്കിൽ പോലും അവിടെയും ഒരു പിഴവ് സച്ചിൻ്റെ വരുന്നുണ്ടായിരുന്നു. ആ മാച്ചിൽ കുറച്ച് സേവുകളും സച്ചിൻ വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പെർഫോമൻസ് അവിടെ വരുമ്പോഴും എവിടെയെങ്കിലൊക്കെ ഒരു മിസ്, എവിടെയൊക്കെ ഒരു എക്സ്പീരിയൻസിന്റെ കുറവ് നമ്മൾ കാണുന്നുണ്ട്. രണ്ടുപേരും ഈ പറഞ്ഞ രീതിയിൽ പെർഫോമൻസിലേക്ക് എത്താത്തതുകൊണ്ട് ഇവരെ ബാക്കപ്പ് ആക്കി വെച്ചുകൊണ്ട് ഒരു സെക്കൻഡ് ചോയ്സിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു ഫസ്റ്റിലുള്ള ഇറക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ISL എക്സ്പീരിയൻസ് തന്നെയുള്ള ഒരു ഗോൾ കീപ്പറിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ബെനിഫിറ്റ് ആവും എന്നാണ് വിചാരിക്കുന്നത്. ഈ സീസൺസിലെ ഇതുവരെയുള്ള ഇവരുടെ പെർഫോമൻസ് വെച്ചിട്ട് തീർച്ചയായിട്ടും ഇവർക്കൊരു റീപ്ലേസ്മെന്റ് വേണം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് മിഡ്ഫീൽഡിലെ സെൻട്രൽ മിഡ്, DMF, ഈ 2 പൊസിഷൻസിൽ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഒരു ആവശ്യം നമുക്ക് നിലവിൽ കാണുന്നുണ്ട്. ഇത് സീസണിന്റെ തുടക്കം തൊട്ടേ നമ്മൾ പറയുന്നതാണ്. ഈ സീസണിൽ സ്റ്റാറുടെ സ്റ്റൈലാണെങ്കിലും ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൈലാണെങ്കിലും അവിടെ ഒരു ഡിസ്ട്രോയറിനെയും ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കർ, ഈ 2 റോൾ എടുക്കാൻ പറ്റുന്ന അതൊരൊറ്റ പ്ലെയർ ആയിരിക്കാം. ചില ടീമുകളിൽ ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ ആ രീതിയിൽ ഡിസ്ട്രോയറായിട്ടും കളിക്കുന്നുണ്ട്, അതേസമയം ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കർ ആയിട്ടും അവർ കളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലേയേഴ്സ് നിലവിൽ ടീമിന് ആവശ്യമാണ്. നിലവിലുള്ള പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രെഡ് കഴിഞ്ഞ മാച്ചിൽ ഹീറോ ഓഫ് ദി മാച്ച് കിട്ടിയിരുന്നു. ഒരു ഡിസ്ട്രോയർ അല്ലെങ്കിൽ ഡിഫൻസീവ് ടൈപ്പ്, ഡിഫൻസ് റിക്കവറീസിലൊക്കെ നന്നായിട്ട് കളിക്കാൻ എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണത്. ചില മാച്ചുകളിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിബിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഇഞ്ചുറി മാറി വിബിൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേ മേക്കർ ആയിട്ട് പന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, ഫ്രണ്ടിലേക്ക് പാസ് കൊടുക്കാൻ പറ്റുന്ന, അങ്ങനെ പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ എവിടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള, ഈ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉടനീളം പറയാൻ പോകുന്ന ഒരു വാക്ക് എക്സ്പീരിയൻസ്ഡ് എന്നായിരിക്കും. നമ്മുടെ ടീമിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളതും ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ തന്നെയാണ്. സോ മധ്യനിരയിൽ അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, സോളിഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രോയർ കം പ്ലേ മേക്കർ, ഡീപ് ലൈൻ പ്ലേ മേക്കർ, ആ രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെങ്കിലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ ഫ്രെഡിക്കൊപ്പമോ അല്ലെങ്കിൽ വിബിനൊപ്പമോ പെയർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ഫ്രെഡിയും വിബിനൊക്കെ തിരിച്ചു വരാണെങ്കിൽ അവരൊരു ബാക്കപ്പ് ആയിട്ടും സബ്ബായിട്ട് ഇറക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ ആ ഒരു ഡിസ്ട്രോയർ കം പ്ലേ മേക്കർ, അതൊരു ഒറ്റ പ്ലെയർ ആയിരിക്കാം അല്ലെങ്കിൽ 2 പ്ലെയേഴ്സ് ആയിരിക്കാം, അത്തരത്തിൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ടീമിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട സജഷൻ എന്ന് പറയുന്നത്, കൊയ്ഫിനെ പറഞ്ഞു വിട്ടിട്ട് ഒരു ഫോറിൻ പ്ലെയറിനെ, ഈ രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഫോറിൻ പ്ലെയറിനെ എത്തിക്കുക എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മധ്യനിരയിൽ കളി കൺട്രോൾ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഡിഫൻസീവ് വർക്കൊക്കെ ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആവും അങ്ങനെ ഒരു പ്ലെയർ വരികയാണെങ്കിൽ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ പ്ലെയറിനെ മധ്യനിരയിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് അറ്റാക്കിലോ ഡിഫൻസിലോ ഒരു പ്ലെയറിനെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട്, ഒരു ഫോറിൻ പ്ലെയറിനെ പുറത്തിരുത്തേണ്ടതായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഓൾ ഇന്ത്യൻ ഡിഫൻസ് വെച്ച് കളിക്കണം. ആകെ ഉപയോഗിക്കുന്ന ഫോറിൻ ഡിഫൻഡറിനെ, സെൻട്രൽ ബാക്കിനെ, കൊയ്ഫിനെ അല്ലെങ്കിൽ മിലോസിനെ പുറത്തിരുത്തണം. അല്ലെങ്കിൽ ലൂണ, നോവ, പെപ്പർ അല്ലെങ്കിൽ ഹേസൂസ്, ഇവരിൽ ആരെങ്കിലും പുറത്തിരുത്തണം. അതും നമ്മുടെ അറ്റാക്കിംഗ് ആൻഡ് ഡിഫൻസീവ് ബാലൻസിനെ
ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. ഓൾ ഇന്ത്യൻ ഡിഫൻസ് ഇപ്പോൾ നിലവിൽ ഡിഫൻസ് ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് ആ ഒരു സംഭവത്തിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പില്ല. ഫ്രണ്ടിൽ അറ്റാക്ക് ഇപ്പോൾ ഓൾറെഡി വീക്കായി വരുന്നുണ്ട്. സോ അവിടെ ഈ പറഞ്ഞ പോലെ നോവ ലൂണ, പെപ്ര ഹെസൂസ് ഇവരെ ആരെങ്കിലും മാറ്റി കഴിഞ്ഞാൽ അതും ഒഫൻസീവില് വീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതൊരു പക്ഷേ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. സോ ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമുക്ക് ഒത്ത ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിസ്ട്രോയർ കം പ്ലേ മേക്കർ ആ ലെവലിൽ കളിക്കുന്ന ISLലുള്ള ഒരു ഇന്ത്യൻ പ്ലെയറിനെ കിട്ടുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതം. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലോ ബാക്കിലോ ഫോറിൻ പ്ലേയേഴ്സിന്റെ കോംപ്രമൈസ് വരുത്തേണ്ടി വരില്ല. സോ ഇനി ആ ഒരു ഡിഫൻസീവ് ലൈനിലേക്ക് വരുമ്പോൾ ആ ഒരു സെൻട്രൽ ബാക്ക്, ഫുൾ ബാക്ക് ആ പൊസിഷൻസിൽ ഈ സീസണിന്റെ തുടക്കം തൊട്ടേ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. റീസെന്റ് എയ്മാൻ ദോഹലിംഗ് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ നമുക്ക് ഒരുപാട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇഞ്ചുറി കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ സസ്പെൻഷൻ കളിക്കാനും പറ്റില്ല. സോ ഓൾറെഡി നമ്മുടെ ആ ഒരു പൊസിഷൻ ഉണ്ടായിരുന്ന പ്രബീർ ദാസിനെ ലോണിൽ വിട്ടിട്ടുണ്ട്. സോ എന്തായാലും അവിടെ ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ആ ലെവലിൽ ക്വാളിറ്റി ഉള്ള ഇന്ത്യൻ പ്ലെയർ നിർബന്ധമായിട്ടും ടീമിൽ ഈ ഒരു സമയത്ത് വന്നേ പറ്റൂ. അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. സോ സന്ദീപ് സിംഗ് കുറച്ച് ഫോമൗട്ടായിട്ടും വീക്കായിട്ടും കളിക്കുന്നുണ്ട്. നമുക്ക് ഈമാനെ മാത്രം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു റൈറ്റ് ബാക്ക് ടീമിന് വളരെ 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 അത്യാവശ്യമാണ്. സോ ഇനി ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ആ പോസ്റ്റ് നമ്മൾ തൊടേ വേണ്ട, അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നുണ്ട്. മാക്സിമം ടീമിൽ നിർത്താൻ പറ്റുമെങ്കിൽ ടീമിൽ നിർത്തുക. അത് മാത്രമേ നവോച്ചയുടെ കാര്യത്തിൽ ചെയ്യാനുള്ളൂ. സെൻട്രൽ ബാക്ക് പെയറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ സെൻട്രൽ ബാക്കിനെ നോക്കുന്നുണ്ടെന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. സോ അവിടെ പ്രീതം കോട്ടാൽ കഴിഞ്ഞ 2 സീസണുകളായിട്ട് കുറച്ചധികം മോശം പെർഫോമൻസിലേക്ക് പോകുന്നതും അവിടെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ വിചാരിച്ച ലെവലിലേക്കുള്ള പെർഫോമൻസ് നമുക്ക് ഇതുവരെയും വരുന്നില്ല. സോ അവിടെ ഒരു റീപ്ലേസ്മെന്റ് വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഓൾ ഇന്ത്യൻ ഡിഫൻസിലേക്കൊക്കെ പോകാൻ ആ ഒരു അതുപോലൊരു പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഹോർമിയെയും ആ ഒരു പ്ലെയറിനെ വെച്ച് ഓൾ ഇന്ത്യൻ ഡിഫൻസിലേക്കൊക്കെ പോകാനും നമുക്ക് സാധിച്ചേക്കും. സോ അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്നാലും പ്രീതം കോട്ടാലിന്റെ പെർഫോമൻസ് പരിഗണിക്കുമ്പോൾ അവിടെ അതിന് പകരം അതേ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സെൻട്രൽ ബാക്കിനെ കിട്ടിയാൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്. ഇനി നാലാമതായിട്ട് വിങ്ങർ, അതും ഈ റൈറ്റ് ബാക്ക് പൊസിഷൻ പോലെ തന്നെ സീസണിന് തുടക്കം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു കുറവായിരുന്നു. അവിടെ നമുക്കിപ്പോൾ കോറു സിംഗ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, അതിന് സ്ഥിരമായിട്ട് ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ കോറുടെ കാര്യവും ഒരു 90 മിനിറ്റ്സ് നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്നില്ല, ചേഞ്ചസ് വരുത്തേണ്ടി വരുന്നുണ്ട്. അമവിയ നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് ഉയർന്ന് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിന്റെ ആവശ്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. രാഹുൽ KP ഓൾറെഡി നമ്മുടെ ടീം വിട്ടുപോയിട്ടുണ്ട്. സോ അവിടെ റൈറ്റ് ബാക്ക് പോലെ തന്നെ ഒരു പ്ലെയർ പോയ സ്ഥിതിക്ക് എന്തായാലും അവിടെ ഒരു റീപ്ലേസ്മെന്റ് വരണം. സോ അത് വരുമ്പോൾ വീണ്ടും ഈ I ലീഗിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ യങ് പ്ലേയേഴ്സിലേക്കും മാത്രം നോക്കാതെ ISL എക്സ്പീരിയൻസ് തന്നെയുള്ള ആ ലെവലിൽ ക്വാളിറ്റി ഉള്ള ഒരു ഇന്ത്യൻ പ്ലെയറിനെ കിട്ടണം, അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു സെർച്ചിങ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു പൊസിഷനും വളരെ ക്രിട്ടിക്കലായിട്ട് ടീമിലേക്ക് വരണം, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ വരണം എന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു പൊസിഷനാണ്. സോ ഇത്രയും പൊസിഷൻസിൽ ഇന്ത്യൻ പ്ലേയേഴ്സിനെ കിട്ടുമോ എന്നുള്ളത് വലിയ ഉറപ്പൊന്നുമില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം കൊണ്ട് ഒട്ടും ഉറപ്പില്ല. പക്ഷെ മിനിമം ഈ പറഞ്ഞ പോലെ 2-3 പ്ലേയേഴ്സ് എങ്കിലും ആ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് വരേണ്ടതുണ്ട്. അതും ആദ്യമേ പറഞ്ഞ പോലെ I ലീഗിലേക്കും ഈ പറഞ്ഞ പോലെ യങ് പ്ലേയേഴ്സിലേക്ക് നോക്കാതെ നമുക്ക് ഓൾറെഡി ആ പരീക്ഷണങ്ങളുണ്ട്. അത്തരത്തിൽ കളിപ്പിക്കാൻ പറ്റുന്ന, അത്തരത്തിൽ ഉയർന്നു വരാൻ കെൽപ്പുള്ള പ്ലേയേഴ്സ് ഓൾറെഡി നമുക്കുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ലൈനപ്പ് അല്ലെങ്കിൽ ഫുൾ നോക്കുകയാണെങ്കിൽ പ്രബീർ ദാസ് പോയ സാഹചര്യത്തിൽ പ്രീതം കോട്ടാല, ഐവൻ ദോഹലിംഗ് ഇവരാണ് മാക്സിമം ISL കളിച്ചിട്ടുള്ള മറ്റ് ടീമുകളിൽ നിന്ന് വന്നിട്ടുള്ള ആ ലെവലിൽ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് എന്ന് പറയാൻ. സോ ആ ഒരു കാറ്റഗറിയിൽ ആഡ് ചെയ്യാൻ പാകത്തിന് ISL തന്നെയുള്ള കോൺട്രാക്റ്റുള്ള പ്ലേയേഴ്സ് ആയിരിക്കും. അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവും, അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ മാക്സിമം കൺവിൻസ് ചെയ്ത് നമുക്ക് ടീമിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സമയമാണ്. സോ അവിടെ ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇനി അവർ ഏത് കാലത്ത് ഇതൊക്കെ ചെയ്യാനാണെന്നുള്ളതാണ്. സോ ഇതുവരെ നമുക്ക് ഒഫീഷ്യൽ കൺഫർമേഷനോ പുതിയ പ്ലേയേഴ്സിൻ്റെ അപ്ഡേറ്റ്സോ ഒന്നും വന്നിട്ടില്ല. സോ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഈ ട്രാൻസ്ഫർ വിൻഡോയും മുൻപത്തെ പോലെ തന്നെ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കിയിരുന്ന് പ്ലേയേഴ്സിനെ കൊടുത്ത് കാശുണ്ടാക്കി ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട് മാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അത്തരത്തിലുള്ള അപ്ഡേറ്റ്സ്, അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.